ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചന എന്താ എന്ന് കേരളത്തിന്റെ മുമ്പാകെ നിയമത്തിന്റെ മുമ്പാകെ പറയേണ്ട ഒരു കാര്യം, അവിടെ ഗൂഢമായതൊന്നും നടന്നില്ലല്ലോ, അവിടെ ഗൂഢമായതൊന്നും നടക്കാൻ ആലോചിച്ചുമില്ലല്ലോ. അതിന്റെ മുൻപിൽ ഒരു സമരം നടത്തുക എന്ന് പറയുന്നത് ആനി രാജ പറഞ്ഞതുപോലെ അത് ശ്രീകോവിലൊന്നുമല്ല. അവിടേക്ക് ആദ്യം മാർച്ച് നടത്തിയതിൽ ഒരാൾ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അവിടെ പ്രസിഡൻസ് ഉണ്ട്, അവിടെ സമരം നടത്താൻ പറ്റാത്ത ഇടമല്ല. അവിടെ സമരം നടത്താൻ വേണ്ടി വന്നു, അതിന് സഹായം ചെയ്തു കൊടുക്കാൻ ഷാജർ ഖാനും പോയി എന്ന് തന്നെ വിചാരിക്കുക. വീണ്ടും മഹിജ അവിടെ സമരത്തിൽ വരികയാണെങ്കിൽ അതിന് വേണ്ടുന്ന എനിക്ക് ചെയ്യാവുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യും. ഗൂഢാലോചനയാണെങ്കിൽ നമ്മളെ കൂടി അങ്ങ് അറസ്റ്റ് ചെയ്യട്ടെ. ഈ 5 പേർ ഗൂഢാലോചനയിൽ പങ്കാളികളാണെങ്കിൽ മറ്റുള്ളവരും പങ്കാളികളാണ്. അതായത് പ്രവൃത്തി ചെയ്തവർക്കെതിരെ കേസില്ല, അവരെ അതിന് ആലോചിച്ചത്. ഗൂഢാലോചന എന്തിനാണ് വിളിക്കുക? ആലോചന എന്ന് വിളിച്ചാൽ പോരെ? ഇനിയും അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ട്, ആ ആലോചനയിൽ ഞാൻ പങ്കാളിയാവും, ഇപ്പൊ ഞാൻ പങ്കാളിയായി ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ. എന്ത് ഗൂഢാലോചന, എന്താണ് ഗൂഢാലോചന എന്ന് പറയാനുള്ള ബാധ്യത പോലീസിനുണ്ട്. IG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ശിങ്കാരവേലു കേരളത്തിന്റെ IG ആയിട്ടിരിക്കുമ്പോൾ AK ഗോപാലൻ ഒരു മാർച്ച് നടത്തിയിട്ടുണ്ട്. അന്ന് AK ഗോപാലന്റെ മാർച്ച് അവിടെ വരുമ്പോ AK ഗോപാലിന് വെയിൽ കൊള്ളാതിരിക്കാൻ SUCIയുടെ ഷാജർ ഖാനും മിനിയും ശ്രീകുമാറും അകത്താണല്ലോ. എന്ത് കുറ്റമാണ് അവർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്? അവർക്ക് ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നു. റെയ്ഡ് പോലുള്ള കാര്യങ്ങൾ പോലും നടക്കുന്നില്ലേ ഇപ്പോൾ അവരുടെ വീടുകളിലും മറ്റും? ചില നോട്ടീസുകൾ കണ്ടെടുത്തു എന്നുള്ള രീതിയിലൊക്കെ പോലീസിന്റെ പ്രചാരണം. പോലീസിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും SUCI നേതാക്കൾ അടക്കമുള്ള 4 പേർക്ക് മുന്നോട്ട് വെച്ചേക്കുന്ന ഈ ആരോപണം ഗൂഢാലോചനയാണെന്നുള്ളതിൽ ഇതുവരെയും മാറ്റം വരുത്തിയിട്ടില്ല. അത് കുറച്ചുകൂടി കടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത് എന്താണ്? അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടും ഇടതുപക്ഷ വിരുദ്ധ നിലപാടും ആണ് സ്ഥാപിക്കപ്പെടുന്നത്. അല്പം പോലും ഇടതുപക്ഷത്തിൻ്റെ ലാഞ്ചനയില്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഒരു സമരത്തിൻ്റെ രീതി എന്തായിരിക്കണമെന്ന് പുതുതായി വ്യാഖ്യാനിക്കുകയാണ്. ഈ ആസ്ഥാനത്തേക്ക്, പോലീസ് ആസ്ഥാനത്തേക്ക് സമരവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഇതാണ് ഇനി അനുഭവം. ഇത് ആ ആസ്ഥാനത്തേക്ക് മാത്രമല്ല, ഇത്തരം വിഷയങ്ങൾ ജിഷ്ണുവിൻ്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് അത് പൊതുസമൂഹം ഏറ്റെടുത്തതാണ്. ആ കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം കേരളത്തിലെ പൊതുസമൂഹം ചേർന്നു. 90 ദിവസം പിന്നിടുമ്പോൾ അമ്മയുടെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങൾ അവിടെ എത്തപ്പെടുകയാണ്. വരുന്ന ആളെ ആശുപത്രിയിൽ ചെല്ലാൻ വേണ്ടിയല്ല, ഡോക്ടറെ കാണാൻ വേണ്ടിയല്ല അവിടെ ചെല്ലുന്നത്. ചെന്ന ആളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഒരുക്കി, അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. ഒരു ആവശ്യവുമായി മകൻ്റെ ഘാതകരെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ട് 90 ദിവസം കഴിഞ്ഞിട്ട് അവിടെ എത്തപ്പെട്ട ഒരു അമ്മയോടും കുടുംബത്തോടും കാണിച്ച പോലീസിൻ്റെ നിഷ്ഠുരമായ കൈകാര്യം ചെയ്യൽ കേരളം കണ്ടതാണ്. അത് ഏറ്റുപിടിച്ച് ജനം അതിനോടൊപ്പം ചേർന്ന്, മനസാക്ഷി മുഴുവൻ ഈ വിഷയത്തോടൊപ്പം ചേർന്ന് വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ഈ സമരത്തോടെ, ഇതൊരു സമരത്തിൻ്റെ രൂപം കൂടിയാണ് ഈ വിഷയം. ഇത് അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇപ്പോൾ തന്നെ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ വന്നപ്പോൾ ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇപ്പോൾ ജിഷ്ണുവിൻ്റെ അമ്മ, അതുപോലെ അമ്മാവൻ, മറ്റ് ബന്ധുക്കൾ, ഇവർക്കെതിരെ ഒന്നും കേസെടുക്കരുത് എന്ന ആവശ്യമുണ്ടായിരുന്നു. അത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. അതേ സമയത്ത് തന്നെയാണ് പൊതുപ്രവർത്തകർക്കെതിരെയുള്ള കേസ് നിലനിൽക്കുന്നത്. അതെ, പൊതുപ്രവർത്തകർ ഇനിമേൽ ഇത്തരം രീതികളിൽ സമരരംഗത്തേക്ക് വരരുത്. സമരം ചെയ്യേണ്ടത് രക്തബന്ധം തെളിയിക്കപ്പെടണം. ഇതിനിടയിൽ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളാണ്. സ്റ്റേറ്റ് അറ്റോർണിയുടെ വാക്കുകളാണ്. സ്റ്റേറ്റ് അറ്റോർണിയുടെ വാക്കുകൾ കുടിച്ച് അവരുടെ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചിരിക്കുകയാണ്. മറ്റെല്ലാ കാര്യങ്ങളും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചിട്ട് എല്ലാ സമരവും പിൻവലിക്കാനും തീരുമാനിച്ചു. എല്ലാ സമരവും പിൻവലിക്കും. എന്താണ് സർക്കാർ കൊടുത്ത ഉറപ്പ്? സർക്കാർ കൊടുത്ത ഉറപ്പ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. എഗ്രിമെൻറ്റുകളുടെ കോപ്പി തരുന്നതായിരിക്കും. എന്തൊക്കെയാണ് അതിനകത്ത്? 2 കാര്യങ്ങളാണല്ലോ പ്രധാനമായിട്ടും. അറസ്റ്റ് പ്രതികളുടെ വേണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ആ കാര്യത്തെ സംബന്ധിച്ച് ഇന്ന് 3ാമതൊരു അറസ്റ്റ് നടന്നു. മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ജാഗ്രതാപൂർണ്ണമുള്ള പ്രവർത്തനം അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ 5-ാം തീയതിക്ക് മുമ്പുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി ആ കുടുംബത്തിലുണ്ട്. 5-ാം തീയതിക്ക് ശേഷമുണ്ടായ സംഭവത്തിൽ മുഖ്യമന്ത്രി മഹിജയുമായി സംസാരിച്ചു. മഹിജ ആവശ്യപ്പെട്ട പ്രകാരം മഹിജയുടെ പരാതിയിൽ ഉചിതമായ നടപടി
അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമവിധേയമായി തന്നെ എടുക്കും എന്നാണ് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. അത് മുഖ്യമന്ത്രി പരിശോധിക്കും. നിയമപരമായ പരിശോധനകൾക്ക് ശേഷം അത് അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അഗ്രിമെന്റ് സൂക്ഷ്മമായി നിങ്ങൾ എല്ലാവരും വായിക്കണം. 10 കാര്യങ്ങൾ അടങ്ങിയ അഗ്രിമെന്റാണ് ഈ ഞങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായ സോഹൻ സാറും ഞങ്ങളുടെ കേസിന്റെ നടത്തിപ്പിന് ഞങ്ങൾ വിശ്വാസപൂർവ്വമായി ഏൽപ്പിച്ച CP ഉദയഭാനു അദ്ദേഹവുമാണ് ഞങ്ങളുമായുള്ള ചർച്ചയ്ക്ക് സർക്കാർ നിയോഗിച്ചത്. അത്രയും വിശ്വസ്തർ വേറെ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും ഒരു മടിയും കൂടാതെ തന്നെ അംഗീകരിച്ചു എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ ഒരു പ്രധാന കാര്യമുണ്ട്. ഞങ്ങളുടെ മഹി ചേച്ചിയുടെ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങൾ നിരാകരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോഹൻ സാറ് വിഷ്ണുയോട് നിരാഹാരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടും. അതിനുശേഷം ഞാൻ പറയും, അപ്പോൾ അവൾ നിരാഹാരം അവസാനിപ്പിക്കും. അതാണല്ലോ നമ്മുടെ പ്രധാന പ്രശ്നം. അതുകൊണ്ട് സോഹൻ സാറിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുകയാണ്. അഭിഷ്ണ അമ്മയോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അമ്മയും മറ്റെല്ലാവരും അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മ വെള്ളം കഴിച്ചു. അതുകൊണ്ട് മഹിയും വെള്ളം കഴിക്കണം. എന്നിട്ട് നിരാഹാരം അവസാനിപ്പിച്ച് ആരോഗ്യത്തോടെ നിൽക്കണം കേട്ടോ. തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനുള്ള എല്ലാ സഹകരണവും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. സർക്കാർ എല്ലാ നടപടികളും സർക്കാർ പ്രോമിസ് ചെയ്തതുപോലെ എടുത്തിരിക്കും. അതിന് ഞങ്ങൾ സർക്കാരിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചിട്ട് അമ്മയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. മോളു നമ്മളെ സമരം ഗംഭീരമായി വിജയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും എല്ലാവരോടും നമ്മുടെ കൂടെയുണ്ടായിരുന്നു. ആ വിജയമാണ്. മോള് സമരം അവസാനിപ്പിക്കണം. അമ്മ അവസാനിപ്പിച്ചു. ഇതാ നീ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കും. മോള് പറ. ഹലോ മോളൂന് വെള്ളം കൊടുത്തോ? ഹലോ വെള്ളം അവിഷ്ണ വെള്ളം കുടിച്ചോ? ഓക്കെ. ഇത് നിങ്ങളുടെ വിജയമാണ്. കേരളത്തിന് നന്ദി, ജനങ്ങൾക്ക് നന്ദി, എല്ലാവർക്കും നന്ദി, സർക്കാരിന് നന്ദി. ഈ വിജയം നീതിയുടെ വിജയമാണ്. നീതിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമാണ്. മറ്റെല്ലാ തെറ്റിദ്ധാരണകളും ഒഴിവാക്കണം. നന്ദി. ഞാൻ ഈ കുടുംബത്തിൻ്റെ വക്താവായി മാത്രമാണ് സംസാരിച്ചത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് മഹിജയും അവിഷ്ണയും ജിഷ്ണുവിൻ്റെ അച്ഛൻ അശോകനുമാണ്. മാധ്യമങ്ങളോട് നിങ്ങളോട് ഒക്കെയുള്ള സൗഹൃദവും സ്നേഹവും കൊണ്ട് എളുപ്പത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തിയാണ്. ഇതിൻ്റെ സാരഥി ഞാനല്ല, ഇവരാണ്, ഞങ്ങളുടെ കുടുംബമാണ്, ഈ നാടാണ്, ഈ ജിഷ്ണുവിൻ്റെ സഹപാഠികളാണ്. അതുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സമരം അവസാനിപ്പിച്ചു എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സർക്കാർ എടുത്ത നടപടിയിൽ പൂർണ്ണ തൃപ്തി. IG-യുടെ റിപ്പോർട്ടിനേക്കാൾ വലുതാണ് കേരള മുഖ്യമന്ത്രിയുടെ വാക്ക് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കേരള മുഖ്യമന്ത്രിയാണ് ഞങ്ങളുടെ പെങ്ങൾക്ക്, ജിഷ്ണുവിൻ്റെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച, കുടുംബത്തിനോടൊപ്പം എന്ന് പ്രഖ്യാപിച്ച ശേഷം ഞങ്ങളുടെ പെങ്ങളെ ഫോണിൽ വിളിച്ചു. അതിനുശേഷം അവൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഈ ഉറപ്പ് പാലിക്കപ്പെടുന്നതിന് ഇവർ കാവലാളായി ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ, അദ്ദേഹത്തിൻ്റെ വാക്കിൽ ഞങ്ങൾക്ക് അതിയേറെ വിശ്വാസവുമുണ്ട്. മറ്റു പ്രതികളെ എത്രയും വേഗം പിടിക്കാനുള്ള ശക്തമായ നടപടികളുണ്ട്. ഇന്ന് ഓൾറെഡി ഒരാളെ പിടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ആരെയും വഴിയിൽ ഉപേക്ഷിക്കില്ല. കേരള സമൂഹത്തിന് ന്യായമാണെന്ന് അതിൻ്റെ പ്രതിനിധികളെയൊക്കെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ആണ് ഞങ്ങൾ ഈ കരാർ ഏർപ്പെടുത്തത്. ഈ കരാർ വായിച്ചാൽ ആ സംശയങ്ങളൊക്കെ മാറും. ഗൂഢാലോചന എന്നത് പൊളിയും. അപ്പോൾ ഷാജിർ ഖാനും കുടുംബവും ഉൾപ്പെടെയുള്ളവർ പുറത്തേക്കിറങ്ങും. പോരെ, ഇതാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ച. സ്വാമിയെ ഞങ്ങൾക്ക് ബന്ധമില്ല.
ഷാജഹാനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഷാജിർ ഖാനും കുടുംബവും അദ്ദേഹത്തോടൊപ്പമുള്ള സഹായം ഞങ്ങൾ ആവശ്യപ്പെട്ട് വന്നതാണ്. അവരെ ജയിലിൽ കിടത്തിക്കൊണ്ട് മടങ്ങാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ല. അവർക്ക് എത്രയും വേഗം നിയമസഹായം നൽകാൻ കഴിയാവുന്ന അദ്ദേഹം തന്നെ പറയും. ചർച്ചയിൽ ഇവർ സമ്മതിച്ചിട്ടുണ്ട്. KM ഷാജഹാനെയും സ്വാമിയെയും ഇവർ ക്ഷണിച്ചിട്ടില്ല, ഇവർ അറിയാതെ അവർ കയറിയതാണ് എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട്. ഷാജിർ ഖാനെയും ഭാര്യയെയും അവർക്ക് തിരുവനന്തപുരത്ത് വരാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങളൊരുക്കാൻ അവർ ആവശ്യപ്പെട്ടിരുന്നെന്നും അതിനടിസ്ഥാനത്തിലാണ് അവരെ ഫോളോ ചെയ്തതെന്നും അവർ സമ്മതിച്ചിട്ടുണ്ട്. അത്തരം സത്യസന്ധമായ കാര്യങ്ങൾ അവർ സമ്മതിച്ച സ്ഥിതിയിൽ ഞങ്ങളെല്ലാം അംഗീകരിച്ച് മുഖ്യമന്ത്രിയുടെ ഉറപ്പും അവർക്ക് കൊടുത്തു. കാര്യം വളരെ സന്തോഷമായി തീർന്നു. ഇനി മഹിജയുടെ ആരോഗ്യ നില മെച്ചപ്പെടുന്നതനുസരിച്ചിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മഹിജ നാട്ടിലേക്ക് തിരിച്ചു പോകും. അല്ലല്ല, അവരത് സമ്മതിച്ചിട്ടുണ്ട്. ഷാജഹാനെ വിളിച്ചിട്ടില്ല ഇവർ. ഷാജിർ ഖാനും ഭാര്യയും മകളും. ഈ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് ഇവരൊക്കെ അറസ്റ്റ് ചെയ്തത്. നിലനിൽക്കില്ല, ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല. ഷാജഹാനെയും സ്വാമിയെയും ഇവർ വിളിച്ചിട്ടേ ഇല്ല. ഇവരാവശ്യപ്പെട്ട എല്ലാവരും വന്നത് എന്ന് അവർ എഗ്രിമെന്റിൽ പറയുകയും ഞങ്ങളുടെ മീറ്റിംഗിൽ സമ്മതിക്കുകയും ചെയ്തു. ഇതാണ് ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത്. സംശയമില്ല. പൊതുപ്രവർത്തകരുടെ കാര്യത്തിലാണെങ്കിൽ ഷാജഹാന്റെയും സ്വാമിയുടെയും കാര്യത്തിൽ മാത്രമേ ഇവർ ക്ഷണിക്കാതെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഷാജിർ ഖാനും മിനിയും ശ്രീകുമാറും അവർ ഗൂഢാലോചന കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് ഒത്തുതീർപ്പ് നിർദ്ദേശം. അതവർ പറയുന്നത് സത്യസന്ധമായ കാര്യമാണ്. അവർ ക്ഷണിച്ചിട്ടല്ല പോയത്. സ്വാമിയെ DGP വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതാണ്. ഇനി ഈ പരസ്യത്തിന് മുടക്കിയതിനേക്കാൾ അധികം തുക ഒരുപക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും സർക്കാർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നേക്കാം. എനിക്കറിയില്ല. കുറ്റകൃത്യമില്ല, ഗൂഢാലോചനയില്ല, പിന്നെ എന്ത് കുറ്റത്തിലാണ് ഈ ഇവരെയൊക്കെ അകത്താക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ കൂടുതൽ നിർദ്ദേശങ്ങൾ, ഇപ്പോൾ കരാറിലെ കൂടുതൽ നിർദ്ദേശങ്ങൾ പറയുകയാണ്. ഇപ്പോൾ CP ഉദയഭാനു, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇവർക്ക് കോളേജിലെ ആളുകൾക്കെതിരെ നടപടിയെടുക്കുക, അതിൻ്റെ ജിഷ്ണുവിൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തും എന്ന് സർക്കാർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. മഹിജ ഡോക്ടർമാരുടെ തീരുമാനമനുസരിച്ച് മഹിജ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതനുസരിച്ച് പോലീസ് മർദ്ദിച്ചു എന്നുള്ള ഉറച്ചു നിൽക്കുക മാത്രമല്ല, ആരോഗ്യ വകുപ്പിനും ഈ സർക്കാർ പ്രതിനിധികൾക്കും അത് പോലീസ് മർദ്ദിച്ചു എന്ന കാര്യം ഈ ആരോഗ്യ വകുപ്പിനും ഈ സർക്കാർ പ്രതിനിധികൾക്കും ബോധ്യപ്പെട്ടു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആ കാര്യം ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം വിശദമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ മഹിജയുടെ പരാതി സ്വീകരിക്കാം, അതിനനുസരിച്ച് നടപടി ഉണ്ടാകുക എന്ന് പറഞ്ഞത് തന്നെ ആ സമ്മതം തന്നെ മഹിജയെയും മറ്റ് ആ സ്ഥലത്തുണ്ടായവരെയും മെഡിക്കൽ കോളേജ് തറവായിട്ട് എക്സാമിൻ ചെയ്ത് എക്സ്റേ എടുത്ത് അതിൻ്റെ ഇതെല്ലാം ഉണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമല്ലേ തീരുമാനം എടുക്കാൻ പറ്റൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും. അതാണ് തീരുമാനം. അവസാനിപ്പിക്കാം. സ്റ്റേറ്റ് അറ്റോർണി സോഹൻ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു എന്നിവരാണ് ശ്രീജിത്തുമായിട്ടും മഹിജയുമായിട്ടും ചർച്ച നടത്തിയതും ഈ സമരം അവസാനിപ്പിച്ചതും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സർക്കാരിൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ് ഈ നിർദ്ദേശങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ. ആ കുടുംബത്തിന് പൂർണ്ണ തൃപ്തിയാണ് ഉള്ളത്. ഇതൊരു ട്രേഡ് യൂണിയൻ ഡിസ്പ്യൂട്ടിലാണ് മുതലാളിയും തൊഴിലാളിയും തമ്മിലൊരു എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കുന്നത്. കേരളത്തിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇതിൽ പരം അപമാനമില്ല. ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യമാക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഒരു ഗവൺമെൻറ് ഈ പറയപ്പെടുന്ന കുടുംബമായിട്ടൊരു എഗ്രിമെൻ്റ് ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഗവൺമെൻറ്റിനെ അവർക്ക് വിശ്വാസമില്ല. ആ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുമ്പോൾ രണ്ടുപേരെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ അവർ തന്നുറപ്പ്, അതിലാണ് വിശ്വാസം. മുഖ്യമന്ത്രിയല്ല വിശ്വാസം. അപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുവരെ ചെയ്യാത്തൊരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ 57 EMS വോട്ട് ഇങ്ങോട്ട് എടുത്താൽ ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത ഒരു കൃത്യമാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. ഇത് ജനാധിപത്യ കേരളത്തിന് അപമാനമാണ് ഈ മുഖ്യമന്ത്രി. ഇപ്പോൾ ജിഷ്ണുവിന്റെ സഹോദരി അവിഷ്ണ സംസാരിക്കുകയാണ്. അവിഷ്ണയും നിരാഹാര സമരം അവസാനിപ്പിച്ചു. അമ്മ വിളിച്ചിരുന്നു, അമ്മ സമരം അവസാനിപ്പിച്ചു, അതുകൊണ്ട് ഞാനും അവസാനിപ്പിക്കും.
എന്താ അവിടുന്ന് എന്താ അമ്മാവൻ എന്താ പറഞ്ഞ ഉറപ്പ് കിട്ടിയോ? എന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അമ്മ എന്താ മോളെ പറഞ്ഞേ? അമ്മ പറഞ്ഞു സമരം പിൻവലിക്കാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ ഇപ്പോഴും സർക്കാരിനെ പൂർണ്ണമായും വിമർശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിർദ്ദേശങ്ങൾ എഴുതി നൽകുന്നതിൽ ഇത്ര എതിർപ്പ് പറയുന്നത്? ആ കുടുംബത്തിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ സമരം അവസാനിപ്പിക്കുന്നതും. മഞ്ജുഷേ, ഈ സമരം അവസാനിപ്പിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ല. കാരണം ഈ കുടുംബത്തിന് നീതി കിട്ടണം. ആ കുടുംബം നീതി കിട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല. ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും ശ്രമിച്ചിട്ടില്ല. കേരളത്തിൻ്റെ പൊതുജന സമൂഹം, മാധ്യമ സമൂഹം ഒറ്റക്കെട്ടായി ആ കുടുംബത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ആ കുടുംബത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നത്. ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നത്. ഈ എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുത്തത് കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് അപമാനമാണ്. ശരി ശരി ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഒരു ട്രേഡ് യൂണിയൻ കരാർ പോലെ ആയിപ്പോയി എന്ന ആരോപണമാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ പറഞ്ഞത്. 10 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രിയും സർക്കാരും നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതുകൊണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ വാക്കാലുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് സ്വീകാര്യമല്ല. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും അങ്ങനെ തന്നെ. വാക്കാലുള്ള നിർദ്ദേശം സ്വീകാര്യമല്ല, അതുകൊണ്ട് ഒരു ട്രേഡ് യൂണിയൻ കരാർ പോലെ ഉണ്ടാക്കുകയാണ്. ഇതിനകത്ത് സാങ്കേതികത്വം നോക്കിയിട്ട് കാര്യമില്ല. ജനങ്ങളുടെ മുമ്പിൽ, ജനങ്ങളെ മുൻപിൽ നിർത്തിയിരുന്ന ഒരു പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്തുമ്പോൾ എന്തൊക്കെയാണ് അതിൽ പരിഹാര നിർദ്ദേശങ്ങളായി വന്നത്, എന്താണ് ഒത്തുതീർപ്പിൻ്റെ കാര്യങ്ങൾ എന്ന് ജനങ്ങളെ മാധ്യമങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നാളെ ഇത് വാക്കാലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായില്ല, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കമിട്ട് തന്നെ 1, 2, 3 ഇതാണ് നിർദ്ദേശങ്ങൾ പറയാനുള്ളൊരു അവസരം ഇതുണ്ടായിരിക്കുന്നു. മാത്രമല്ല, മഹിജയുടെ സഹോദരൻ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾക്ക് പിണറായി വിജയന് വിശ്വാസമാണ്. പിണറായി വിജയൻ്റെ വാക്ക്, അദ്ദേഹത്തിൻ്റെ ഫോൺ വിളി തന്നെയാണ് ഞങ്ങളെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ് മർമ്മപ്രധാനമായ കാര്യം. എന്നാൽ പിന്നെ 50 ലക്ഷം രൂപ കൊടുത്ത് നാളെ ഒരു പത്രപരസ്യം കൊടുത്താൽ പോരെ ചെറിയാതെ? ഈ എഗ്രിമെന്റ് വേണമല്ലോ. പത്രപരസ്യം കൂടാതെ തന്നെ നാളെ പത്രത്തിൽ വരുമല്ലോ ഇത് എഗ്രിമെന്റ് മുഴുവൻ. നേരത്തെ വരുമായിരുന്നല്ലോ, പിന്നെ എന്തിനാ? ഞാനിതിനെ ഒരു ജനാധിപത്യത്തിൻ്റെ വിജയമായിട്ടാണ് കാണാൻ തയ്യാറല്ലാത്തവർ എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും. ഒരു നിരാഹാര സമരം വിജയിക്കുക ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ്. ഹിറ്റ്ലറുടെ ചേംബറിൻ്റെ മുന്നേ യൂതന്മാരെല്ലാം കൂടെ ഒന്ന് നിരാഹാരം കഴിഞ്ഞ് അത് നേരെ പിടിച്ച് അതിലിടും. ജനാധിപത്യ സംവിധാനത്തിലാണ്. അവസാനിക്കുകയില്ല, അതിന് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ട. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അവരുടെ ആവശ്യം ഞാൻ പറയട്ടെ, അവരുടെ ആവശ്യം മുഖ്യമന്ത്രി നേരിട്ട് പറയുക എന്നുള്ളതായിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തില്ല. ഇപ്പോഴത് സർക്കാർ എഴുതി കൊടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു കോഗ്നിസബിൾ ഒഫൻസിൽ നടപടി എടുക്കുമെന്നൊരു സർക്കാർ എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ദേ ആർ ഡ്യൂട്ടി ബൗണ്ട് ടു ഡു ഇറ്റ്. പക്ഷേ അത് ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ സാങ്കേതികത്വം പറഞ്ഞു നിൽക്കാതെ ഇപ്പോൾ ആ കുട്ടിയൊക്കെ നമ്മൾ കണ്ടു. ഒരു നിരാഹാരം കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ അത് അവസാനിപ്പിക്കുക, മനുഷ്യത്വപരമായ തീരുമാനമെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രീതിയിൽ അത് അവസാനിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പിന്നെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാം. അത് ജനാധിപത്യത്തിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ശ്രീ ബിജു, പൊതുസമൂഹം ഏറ്റെടുത്ത ഒരു വിഷയത്തിൽ SUCIയുടെ നേതാക്കളെ ഷാജർഖാനും മിനിയും ശ്രീകുമാറും അതിനോടൊപ്പം ചേരുകയും അവരെ ഇന്ന് ജയിലിനകത്തേക്ക് തുറങ്കിലടയ്ക്കുകയും ചെയ്യപ്പെടുമ്പോൾ അത് വളരെ അഭിമാനത്തോടു കൂടി ജനകീയ സമരത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ സന്തോഷപൂർവ്വമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. സമരത്തിൻ്റെ ഭാഗത്ത് ചേരുന്നവർക്ക് ഈ അനുഭവം അത് പുതുതായിട്ടല്ല, എല്ലാ കാലത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച്, SUCIയെ സംബന്ധിച്ച് സമരങ്ങളുടെ പ്രസ്ഥാനം എന്ന നിലയിൽ ഇത് അഭിമാനപരമായ സംഗതിയാണ്. സമരം ചെയ്യേണ്ടി വരുന്നവർക്ക് ഇങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടി വരും. പുറത്തേക്കിറങ്ങാൻ വേണ്ടിയുള്ള ശ്രമവും ആ പൊതുസമൂഹത്തിൻ്റെ സമ്മർദ്ദത്തിൽ തന്നെയാണ് ഉണ്ടായി വരേണ്ടത്. ഈ സമരത്തോടൊപ്പം കേരളത്തിൻ്റെ മനസാക്ഷി ഉണർന്ന് പ്രവർത്തിച്ച് ഗവൺമെൻറ്റിനെ, അതിൻ്റെ അധികാരികളെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് 90 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനു മുമ്പ് എത്രയോ കാലത്തിന് മുമ്പ് നടപ്പിലാക്കേണ്ടുന്ന ഒരു അവസ്ഥ വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങളോടും SUCIയുടെ പ്രതിനിധി എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അമ്മയോട് ഒരു സ്ത്രീയുടെ സഹന സമരം അത് കേരളത്തിൽ മാതൃകയാക്കേണ്ടതാണ്.
സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ഇത്തരം വികാരത്തോടുകൂടി ഉറച്ച തീരുമാനത്തോടുകൂടി വരികയാണെങ്കിൽ അധികാരികളുടെ കാർക്കശ്യത്തെ നിലക്കി നിർത്താനാകുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടും പൂർണ്ണാർത്ഥത്തിൽ ഈ സമരം വിജയിച്ചു എന്നുള്ളതല്ല, പക്ഷേ ഈ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ മനസാക്ഷിയുടെ ഈ ഉറച്ച തീരുമാനമാണ്. SOCI അതിനോടൊപ്പം കരാർ അവിടെ വായിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഗൂഢാലോചന സിദ്ധാന്തം ഇനി ഉണ്ടാകില്ല എന്ന പൂർണ്ണ വിശ്വാസം SOCIക്ക് ഉണ്ടോ? ഇല്ലല്ല, ഈ ഗൂഢാലോചന അത് ഗവൺമെൻറ്റും പോലീസ് അധികാരികളും കൂടി ചേർന്നുണ്ടാക്കിയതാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ ഒത്തുതീർപ്പിലേക്കും കൊണ്ടെത്തിക്കുന്നത്. അന്വേഷിക്കേണ്ടത് ഈ ഗൂഢാലോചനയുടെ ഒരു വശമുണ്ട്. എന്തുകൊണ്ട് ഇത്തരം ഒരു ഗൂഢാലോചന ആരോപിക്കപ്പെട്ടു? ചാനലുകളുടെ ജനങ്ങളുടെ മുമ്പിൽ നടന്ന ഒരു സംഭവത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് നുണകൾക്ക് മേൽ നുണകൾ കൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെടുകയല്ലേ ചെയ്തത് യഥാർത്ഥത്തിൽ. അവിടെയാണ് വിജയത്തിൻ്റെ ലക്ഷണങ്ങൾ കിടക്കുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ഇടവേള വേണം, അതുകൊണ്ടാണ് ഇതുവരെ ഒരു ഇടവേളയും പോയിട്ടില്ല. സർക്കാരിൻ്റെ പത്രപരസ്യവും ഗൂഢാലോചനാ വാദവും പൊളിയുകയാണോ ഈ കരാറിലൂടെ? ഇടവേളയ്ക്ക് ശേഷം.